PSC ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രക്തപര്യന വ്യവസ്ഥയെക്കുറിച്ചിട്ടാണ്. കേരള PSCയുടെ 65-ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സബ്ജക്റ്റിന്റെയും പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടി കാണാൻ ശ്രമിക്കുക. ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും പരീക്ഷ നമ്മൾ ടെലഗ്രാം ചാനലിൽ നടത്തുന്നുണ്ട്. അതിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ പോയിന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. രക്തപര്യന വ്യവസ്ഥ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ജാർവിക് 7 എന്നത് കൃത്രിമമായി നിർമ്മിച്ച ഏത് മനുഷ്യാവയവത്തിന്റെ പേരാണ്? ഹൃദയം. ജാർവിക് 7 എന്നത് കൃത്രിമമായി നിർമ്മിച്ച ഏത് മനുഷ്യാവയവത്തിന്റെ പേരാണ്? ഹൃദയത്തിൻ്റെത്, അല്ലേ? അപ്പൊ ജാർവിക് 7 എന്ന് പറഞ്ഞാൽ അത് കൃത്രിമ ഹൃദയമാണ്. സ്റ്റെന്റ് ചികിത്സ. സ്റ്റെന്റ് ചികിത്സ ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൃദയം. സ്റ്റെന്റ് ചികിത്സ ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൃദയം. കൊറോണറി ത്രോംബോസിസ് ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? അത് ഹൃദയത്തെയാണ്. ഈ കൊറോണറി എന്ന വാക്ക് വരുമ്പോഴേ ഹൃദയമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. കൊറോണറി ത്രോംബോസിസ് ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഹൃദയത്തെ. അമിത കൊളസ്ട്രോൾ ഏത് അവയവത്തിന്റെ പ്രവർത്തനത്തെയാണ് ബാധിക്കുന്നത്? ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ. അമിത കൊളസ്ട്രോൾ ഏത് അവയവത്തിന്റെ പ്രവർത്തനത്തെയാണ് ബാധിക്കുന്നത്? ഹൃദയത്തിന്റെ പ്രവർത്തനത്തെയാണ് അമിതമായിട്ടുള്ള കൊളസ്ട്രോൾ ബാധിക്കുന്നത്. അടുത്തൊരു പോയിന്റ് നോക്കുക. ഇലക്ട്രോ കാർഡിയോഗ്രാഫ്, അല്ലെ, ECG എന്ന് പറയും. ഇലക്ട്രോ കാർഡിയോഗ്രാഫ്, ECG ഏത് അവയവത്തിന്റെ പ്രവർത്തനം നിരീക്ഷിക്കാനാണ് ഉപയോഗിക്കുന്നത്? ECG നമുക്കറിയാം ഹൃദയത്തിന്റെ പ്രവർത്തനം നിരീക്ഷിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഏത് അവയവവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ് ബൈപ്പാസ് സർജറി ഹൃദയവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, അല്ലെ? ബൈപ്പാസ് സർജറി ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു പ്രാവശ്യം ഹൃദയം ഇടിക്കുന്നതിന് ആവശ്യമായ സമയം എത്രയെന്ന് വെച്ചാൽ 0.8 സെക്കൻഡ് ആണ്. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഹൃദയം ഇടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എത്രയാണ് സമയം എന്ന് പറയുന്നത്? 0.8 സെക്കൻഡ് ആണ്. കൃത്രിമ ഹൃദയ വാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് ടെഫ്ലോൺ എന്ന് പറയുന്നത്. കൃത്രിമ ഹൃദയ വാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ടെഫ്ലോൺ ആണ്. ക്യാൻസർ ബാധിക്കാത്ത ശരീരാവയവം എന്നറിയപ്പെടുന്നത് ഹൃദയമാണ്. ക്യാൻസർ ബാധിക്കാത്ത ശരീരാവയവം ഹൃദയമാണ്. നവജാത ശിശുവിന്റെ ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണ്? അത് മിനിറ്റിൽ 130 തവണയാണ്. നവജാത ശിശുവിന്റെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ 130 തവണയാണ്. മനുഷ്യ ശരീരത്തിന്റെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ 60 കുറയുന്ന അവസ്ഥയാണ് ബ്രാഡികാർഡിയ എന്ന് പറയുന്നത്, അല്ലെ? മനുഷ്യ ശരീരത്തിന്റെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ 60 കുറയുന്ന അവസ്ഥയാണ് ബ്രാഡികാർഡിയ എന്ന് പറയുന്നത്. ഇടതുവശത്തിന് പകരം ഹൃദയം ശരീരത്തിന്റെ വലതുവശത്ത് സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് ഡെക്സ്ട്രോകാർഡിയ എന്നറിയപ്പെടുന്നത്. എന്താണ്? ഇടതുവശത്തിന് പകരം ഹൃദയം ശരീരത്തിന്റെ വലതുവശത്ത് സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് ഡെക്സ്ട്രോകാർഡിയ എന്നറിയപ്പെടുന്നത്. ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ്, അല്ലെ? ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി. ഹൃദയത്തിന്റെ ഇടത്തെ അറകൾക്കിടയിലെ വാൽവ് ഏതാണ്? അത് ബൈക്കസ്പിഡ് വാൽവ്. ഹൃദയത്തിന്റെ ഇടത്തെ അറകൾക്കിടയിലെ വാൽവ്, അല്ലെ? ഇടത്തെ അറകൾക്കിടയിലെ വാൽവ് ഏതാണ്? ബൈക്കസ്പിഡ് വാൽവാണ്. ഹൃദയത്തിന്റെ ഇടത്തെ അറകൾക്കിടയിലെ വാൽവ് ബൈക്കസ്പിഡ് വാൽവ്. ശ്വാസകോശത്തിൽ നിന്ന് സിരകൾ വഴി ഓക്സിജന്റെ അളവ് കൂടിയ രക്തം എത്തുന്ന ഹൃദയഭാഗം ഇടത് ഏട്രിയം. ശ്വാസകോശത്തിൽ നിന്ന് സിരകൾ വഴി ഓക്സിജന്റെ അളവ് കൂടിയ രക്തം എത്തുന്ന ഹൃദയഭാഗം, അതായത് ശ്വാസകോശത്തിൽ നിന്ന് നമ്മൾ വലിച്ചെടുക്കുന്ന ഓക്സിജൻ ശ്വാസകോശത്തിലാണല്ലോ ചെല്ലുന്നത്. ശ്വാസകോശത്തിൽ നിന്ന് സിരകൾ വഴി ഓക്സിജന്റെ അളവ് കൂടിയ രക്തം എത്തുന്ന ഹൃദയത്തിന്റെ ഭാഗം ഏതെന്ന് വെച്ചാൽ അത് ഇടത് ഏട്രിയത്തിലേക്കാണ്. അതായത് ശുദ്ധരക്തം എന്ന് പറയും, അല്ലെ? ഓക്സിജൻ അടങ്ങിയ രക്തമാണ് ശുദ്ധരക്തം എന്നറിയപ്പെടുന്നത്. ശുദ്ധരക്തം എത്തുന്നത് ഇടത് ഏട്രിയത്തിലേക്കാണ്. ഹൃദയത്തിന്റെ അൾട്രാസൗണ്ട് സ്കാൻ എന്ന് വിളിക്കപ്പെടുന്ന പരിശോധന ഏതാണെന്ന്? അത് എക്കോ കാർഡിയോഗ്രാം. എന്താണ്? ഹൃദയത്തിന്റെ അൾട്രാസൗണ്ട് സ്കാൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഹൃദയത്തിന്റെ അൾട്രാസൗണ്ട് സ്കാൻ എന്നറിയപ്പെടുന്നത് എക്കോ കാർഡിയോഗ്രാം ആണ്. ഹൃദയത്തിന്റെ ആവരണത്തിന്റെ പേര് പെരികാർഡിയം എന്നാണ്. ഹൃദയത്തിന്റെ വലത്തെ അറകൾക്കിടയിലെ വാൽവ് ട്രൈക്കസ്പിഡ് വാൽവാണ്. അപ്പോൾ 2 വാൽവുകൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ബൈക്കസ്പിഡ് വാൽവും ഒന്ന് ട്രൈക്കസ്പിഡ് വാൽവും, അല്ലെ? ബൈക്കസ്പിഡ് വാൽവ് എവിടെയാണ്? ബൈക്കസ്പിഡ് വാൽവ് ഇടത്തെ അറകൾക്കിടയിലെ വാൽവാണ് ബൈക്കസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. ഇനി ട്രൈക്കസ്പിഡ് വാൽവോ? അത് ഹൃദയത്തിന്റെ വലത്തെ അറകൾക്കിടയിലെ വാൽവാണ് ട്രൈക്കസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്, അല്ലെ? ബൈക്കസ്പിഡ് വാൽവ് മലയാളത്തിലെ ദ്വിതള വാൽവ് എന്നറിയപ്പെടുന്നു. ട്രൈക്കസ്പിഡ് വാൽവ്, അല്ലെ, ത്രിതള വാൽവ് എന്നും അറിയപ്പെടുന്നു. അടുത്തൊരു പോയിന്റ് നോക്കുക.
ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതുമായ ഹൃദയഭാഗമാണ് സൈനോ ഏട്രിയൽ നോഡ് എന്നറിയപ്പെടുന്നത്. എന്താണ്? ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതുമായ ഹൃദയഭാഗമാണ് സൈനോ ഏട്രിയൽ നോഡ്. ഹൃദയത്തിന്റെ പേസ്മേക്കർ എന്നറിയപ്പെടുന്നത് SA നോഡാണ്. സൈനോ ഏട്രിയൽ നോഡാണ്. ഹൃദയത്തിന്റെ പേസ്മേക്കർ എന്നറിയപ്പെടുന്നത് SA നോഡാണ്. ഹൃദയമിടിപ്പ് ശരാശരിയിലും കൂടുതലായ അവസ്ഥയാണ് ടാക്കികാർഡിയ. ഹൃദയമിടിപ്പ് ശരാശരിയിലും കൂടുതലായ അവസ്ഥയാണ് ടാക്കികാർഡിയ. ഒരാളുടെ ഹൃദയത്തിന് അയാളുടെ ഏത് ശരീരഭാഗത്തിന്റെ വലിപ്പമാണ് ഉണ്ടാവുക? മുഷ്ടിയുടെ വലിപ്പം, അല്ലെ? കൈ ചുരുട്ടി പിടിക്കുന്നല്ലേ മുഷ്ടി. അപ്പോൾ ഒരു മുഷ്ടിയുടെ വലിപ്പമാണ് ഒരാളുടെ ഹൃദയത്തിന്, അയാളുടെ മുഷ്ടിയുടെ വലിപ്പമാണ് ഉണ്ടാവുക. മനുഷ്യ ഭ്രൂണത്തിന് എത്ര ദിവസം പ്രായമാകുമ്പോൾ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങും? 22 ദിവസം, അതായത് 3 ആഴ്ച, അല്ലെ? 3 ആഴ്ച. മനുഷ്യ ഭ്രൂണത്തിന് എത്ര ദിവസം പ്രായമാകുമ്പോൾ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങും? 22 ദിവസം പ്രായമാകുമ്പോൾ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങും. രക്തത്തിലെ പ്രധാന ഘടകം എന്നറിയപ്പെടുന്നത് ജലമാണ്. അടുത്തൊരു പോയിന്റ് നോക്കാം. അടുത്തൊരു പോയിന്റ്, മനുഷ്യഹൃദയത്തിന്റെ ഭാരം എത്രയാണെന്നാണ്. മനുഷ്യഹൃദയത്തിന്റെ ഭാരം 340 ഗ്രാം ആണ്. 340 ഗ്രാം. സ്ത്രീകളിലാണെങ്കിൽ അത്, പുരുഷനിലാണ് 340 ഗ്രാം വരുന്നത്, സ്ത്രീകളിലാണെങ്കിൽ അത് 255 ഗ്രാം ആണ്, അല്ലെ? സ്ത്രീകളിൽ മനുഷ്യഹൃദയത്തിന്റെ ഭാരം പുരുഷന്മാരിൽ 340 ഗ്രാമും സ്ത്രീകളിൽ 255 ഗ്രാമുമാണ് അതിന്റെ ഭാരം എന്ന് പറയുന്നത്. മനുഷ്യഹൃദയത്തിന്റെ മുകളിലത്തെ അറകൾ ആറിക്കിൾ എന്നറിയപ്പെടുന്നു. മനുഷ്യഹൃദയത്തിന്റെ മുകളിലത്തെ അറകൾ ആറിക്കിൾ എന്നറിയപ്പെടുന്നു, അല്ലെ? നമ്മൾ ഓറിക്കിൾ എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ? ശുദ്ധരക്തം ഹൃദയത്തിന്റെ ഏത് അറയിൽ നിന്നാണ് പമ്പ് ചെയ്യുന്നത്? അത് ഇടത്തെ വെൻട്രിക്കിളിൽ നിന്നാണ്. ശുദ്ധരക്തം ഹൃദയത്തിന്റെ ഏത് അറയിൽ നിന്നാണ് പമ്പ് ചെയ്യുന്നത്? ഇടത്തെ വെൻട്രിക്കിളിൽ നിന്ന്. സ്ത്രീകളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് ഹൃദ്രോഗ സാധ്യത കുറവായിരിക്കുന്നതിന് കാരണം ഏത് ഹോർമോണിന്റെ സംരക്ഷണമാണ്? അത് ഈസ്ട്രജന്റെ സംരക്ഷണമാണ്. സ്ത്രീകളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് ഹൃദ്രോഗ സാധ്യത കുറവായിരിക്കുന്നതിന് കാരണം ഈസ്ട്രജന്റെ സംരക്ഷണമാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യരിൽ കണ്ടുവരുന്ന രക്തഗ്രൂപ്പാണ് O ഗ്രൂപ്പ്. ഏറ്റവും ആയുസ് കൂടിയ രക്തകോശം ചുവന്ന രക്താണുക്കളാണ്. ഏറ്റവും ചെറിയ ശ്വേതരക്താണു ഏതെന്ന് ചോദിച്ചാൽ അത് ലിംഫോസൈറ്റ് ആണ്. ഏറ്റവും ചെറിയ ശ്വേതരക്താണു ലിംഫോസൈറ്റ് ആണ്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലയാണ് യോജക കല എന്നറിയപ്പെടുന്നത്. ഇതൊന്ന് നോട്ട് ചെയ്യണം. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കല ഏതെന്നാണ്? അത് യോജക കല. അടുത്തൊരു പോയിന്റ് നോക്കാം. ഷോക്കേറ്റ ആളിന്റെ ശരീരം അമർത്തി തടവുകയും തിരുമുകയും ചെയ്യുന്നത് എന്തിനാണ്? അത് രക്തത്തിന്റെ വിസ്കോസിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പൊ ഇത് ശരിക്കും നമ്മുടെ ബയോളജിയൊക്കെ പഠിക്കുമ്പോൾ ശരിക്കും നമ്മൾ നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്, നമ്മുടെ ശരീരത്തെക്കുറിച്ചാണ്, അപ്പൊ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, അല്ലെ? ഇവിടെ തന്നെ നോക്കിയാൽ ഷോക്കേറ്റ ആളിന്റെ ശരീരം അമർത്തി തടവുകയും തിരുമുകയും ചെയ്യുന്നത് എന്തിനാണ്? രക്തത്തിന്റെ വിസ്കോസിറ്റി കുറയ്ക്കുന്നതിനാണ്, അല്ലെ? ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പിളുകളിൽ നിന്ന് രക്തകോശം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ എന്നറിയപ്പെടുന്നത്, അല്ലെ? ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പിളുകളിൽ നിന്ന് രക്തകോശം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ. മനുഷ്യ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്, സ്പ്ലീൻ എന്നറിയപ്പെടും, അല്ലെ? മനുഷ്യ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്, സ്പ്ലീൻ എന്നറിയപ്പെടും. രക്തക്കട്ടയെ രക്തക്കുഴലിൽ നിന്ന് നീക്കം ചെയ്യുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് ആൻജിയോപ്ലാസ്റ്റി. രക്തക്കട്ടയെ രക്തക്കുഴലിൽ നിന്ന് നീക്കം ചെയ്യുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് ആൻജിയോപ്ലാസ്റ്റി. ഓരോ തവണ ഹൃദയം സങ്കോചിക്കുമ്പോഴും എത്ര അളവ് രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു? 70 മില്ലി ലിറ്റർ. ഓരോ തവണ ഹൃദയം സങ്കോചിക്കുമ്പോഴും എത്ര അളവ് രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു? 70 മില്ലി ലിറ്റർ രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു. ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് LDL ആണ്. ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്നാണ് മുഴുവൻ പേര്. ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് LDL ആണ്. ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ച ഗ്രീക്ക് ചിന്തകനാണ് അരിസ്റ്റോട്ടിൽ. ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ച ഗ്രീക്ക് ചിന്തകനാണ് അരിസ്റ്റോട്ടിൽ. ഡയാലിസിസ് നടത്തുമ്പോൾ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഹെപ്പാരിൻ. ഡയാലിസിസ് നടത്തുമ്പോൾ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഹെപ്പാരിൻ. രക്തത്തിന്റെ എത്ര ശതമാനമാണ് പ്ലാസ്മ? 55%. രക്തത്തിന്റെ 55% പ്ലാസ്മയാണ്. പ്ലാസ്മയുടെ നിറം ഇളം മഞ്ഞയാണ്.
പ്ലാസ്മയുടെ 90 മുതൽ 92% ജലമാണ്. പ്രോട്ടീനുകൾ 7 മുതൽ 8%. അപ്പോൾ നോക്കാം, രക്തത്തിൻ്റെ 55% പ്ലാസ്മയാണ്. രക്തത്തിൻ്റെ 55% പ്ലാസ്മയാണ്. പ്ലാസ്മയുടെ നിറം ഇളം മഞ്ഞയാണ്. ഇനി പ്ലാസ്മയുടെ 90 മുതൽ 92% ജലമാണ്. അപ്പോൾ രക്തത്തിൻ്റെ 55% പ്ലാസ്മയാണ്. പ്ലാസ്മയുടെ 90 മുതൽ 92% ജലമാണ്. ബാക്കി പ്രോട്ടീനുകൾ 7 മുതൽ 8% വരെയാണ്. അടുത്തൊരു പോയിന്റ്, മനുഷ്യ ശരീരത്തിലെ ശരാശരി രക്തത്തിൻ്റെ അളവ് എത്രയാണ്? അത് 5 ലിറ്റർ ആണ്. 5 ലിറ്റർ. മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ ശരാശരി അളവ് 5 ലിറ്റർ ആണ്. മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ ശരാശരി അളവ് 5 ലിറ്റർ. മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അറിയപ്പെടുന്നത് എപ്പിസ്റ്റാക്സിസ് എന്നാണ്. എപ്പിസ്റ്റാക്സിസ്. മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അറിയപ്പെടുന്നത് എപ്പിസ്റ്റാക്സിസ് എന്നാണ്. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. രക്തക്കുഴലുകളും നാഡീതന്തുക്കളും കാണപ്പെടുന്ന പല്ലിനുള്ളിലെ യോജക കലയാണ് പൾപ്പ്. നമ്മൾ പൾപ്പ് ക്യാവിറ്റി എന്നൊക്കെ പറയല്ലേ പല്ല് പഠിക്കുമ്പോൾ? അപ്പോൾ അതാണ്, രക്തക്കുഴലുകളും നാഡീതന്തുക്കളും കാണപ്പെടുന്ന പല്ലിനുള്ളിലെ യോജക കലയാണ് പൾപ്പ് എന്നറിയപ്പെടുന്നത്. രക്തത്തിൻ്റെ എത്ര ശതമാനമാണ് രക്തകോശങ്ങൾ? രക്തത്തിൻ്റെ 45% രക്തകോശങ്ങളാണ്. രക്തത്തിൻ്റെ 45% രക്തകോശങ്ങളാണ്. എല്ലാവർക്കും രക്തം നൽകാവുന്ന ഗ്രൂപ്പ്, അതായത് സാർവിക ദാതാവാണ് O ഗ്രൂപ്പ്. O ഗ്രൂപ്പ് എല്ലാവർക്കും, അല്ലെ? O ഗ്രൂപ്പ് രക്തമുള്ളവർക്ക് എല്ലാവർക്കും രക്തം കൊടുക്കാം. അതുകൊണ്ട് അതിനെ സാർവിക ദാതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ചുവന്ന രക്താണുക്കളുടെ ആയുസ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് 120 ദിവസമാണ്. 120 ദിവസം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശമാണ് ചുവന്ന രക്താണുക്കൾ, അല്ലേ? അപ്പോൾ 120 ദിവസമാണ് അതിൻ്റെ ആയുസ്. ഏറ്റവും വലിയ ആർട്ടറി ഏതെന്ന് ചോദിച്ചാൽ അത് അയോർട്ടയാണ്. ഏറ്റവും വലിയ ആർട്ടറി മീൻസ് ധമനി. ഏറ്റവും വലിയ ആർട്ടറി ധമനി, അല്ലേ? അത് അയോർട്ടയാണ്, അയോർട്ട. ബാക്കി പോയിന്റ് നമുക്ക് നോക്കാം. ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും പരീക്ഷ നമ്മുടെ ടെലഗ്രാം ചാനൽ നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതുവഴി ജോയിൻ ചെയ്യുക. ഡിസ്കിന്റെ ആകൃതിയിലുള്ള രക്തകോശം ഏതെന്ന് ചോദിച്ചാൽ അത് അരുണ രക്താണുക്കളാണ്. ഡിസ്കിന്റെ ആകൃതിയിലുള്ള രക്തകോശങ്ങൾ ഏത്? അരുണ രക്താണുക്കൾ. രക്തനിവേശന മാർഗം കണ്ടുപിടിച്ചത് ജെയിംസ് ബ്ലണ്ടലാണ്. രക്തനിവേശന മാർഗം കണ്ടുപിടിച്ചത് ജെയിംസ് ബ്ലണ്ടലാണ്. രക്തത്തിന് ഓക്സിജൻ വഹിക്കാനുള്ള ശേഷി കുറയുന്ന അവസ്ഥയാണ് അനീമിയ എന്നറിയപ്പെടുന്നത്. വിളർച്ച എന്ന് പറയും, അല്ലേ? രക്തത്തിന് ഓക്സിജൻ വഹിക്കാനുള്ള ശേഷി കുറയുന്ന അവസ്ഥയാണ് അനീമിയ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള രക്തകോശം ഏതെന്ന് ചോദിച്ചാൽ അത് ചുവന്ന രക്താണുവാണ്, അല്ലെ? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള രക്തകോശം എന്ന് ചോദിച്ചാലും ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശം എന്ന് ചോദിച്ചാലും അത് ചുവന്ന രക്താണുവാണ്. രക്തത്തിൽ എത്ര ശതമാനം ജലം അടങ്ങിയിരിക്കും? 90%, അല്ലെ? രക്തത്തിൽ 90% ജലമാണ്. രക്തം കട്ടപിടിക്കാൻ സഹായകമായ രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റുകൾ എന്ന് പറയുന്നത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നതാണ് പ്ലേറ്റ്ലെറ്റുകൾ. ഇതൊക്കെ നമ്മുടെ ബേസിക് ഫാക്റ്റാണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. രക്തം കട്ടപിടിക്കാൻ സഹായകമായ ലോഹം ചോദിച്ചാൽ അത് കാൽസ്യമാണ്, അല്ലെ? കാൽസ്യം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം പ്ലേറ്റ്ലെറ്റുകളും രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം കാൽസ്യവുമാണ്. ഉറങ്ങുന്ന ഒരാളുടെ രക്തസമ്മർദ്ദം കുറയുന്നു, അല്ലെ? ഉറങ്ങുന്ന ഒരാളുടെ രക്തസമ്മർദ്ദം കുറവാണ്. ഒരു മനുഷ്യന് ഒരു പ്രാവശ്യം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിന്റെ സാധാരണ അളവ് 300 മില്ലി ആണ്. ഒരു മനുഷ്യന് ഒരു പ്രാവശ്യം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിന്റെ സാധാരണ അളവ് 300 മില്ലി ആണ്. സാർവിക ദാതാവ്, അല്ലെ? സാർവിക ദാതാവ്, അതേപോലെ സാർവിക സ്വീകർത്താവ് എന്നീ പദങ്ങൾ രക്തദാനവുമായി ബന്ധപ്പെട്ട് രൂപവത്കരിച്ചത് റോജർ ലീ എന്ന വ്യക്തിയാണ്. റോജർ ലീ. അപ്പൊ എന്താണ് സാർവിക ദാതാവ്? അത് O ഗ്രൂപ്പ് ആണെന്നറിയാം. സാർവിക സ്വീകർത്താവ് AB ഗ്രൂപ്പ് ആണെന്നും അറിയാം, അല്ലെ? ഇതില് സാർവിക ദാതാവ്, സാർവിക സ്വീകർത്താവ് എന്നീ പദങ്ങൾ രക്തദാനവുമായി ബന്ധപ്പെട്ട് രൂപവത്കരിച്ചത് റോജർ ലീ എന്ന വ്യക്തിയാണ്. ലോകത്ത് ആദ്യമായി ഒരു ജനിതക മാപ്പ് തയ്യാറാക്കുന്നതിന് ഉപയോഗിച്ചത് ഏത് ശാസ്ത്രജ്ഞന്റെ രക്തസാമ്പിളുകളാണ്? അത് ജെയിംസ് വാട്സന്റേതാണ്. ജെയിംസ് വാട്സൺ, അല്ലെ? ജെയിംസ് വാട്സൺ. അപ്പൊ എന്താണ്? ലോകത്ത് ആദ്യമായി ഒരു ജനിതക മാപ്പ് തയ്യാറാക്കുന്നതിന് ഉപയോഗിച്ചത് ഏത് ശാസ്ത്രജ്ഞന്റെ രക്തസാമ്പിളുകളാണ്? ജെയിംസ് വാട്സൺ. ഹോർമോണുകളെ വഹിച്ചുകൊണ്ട് പോകുന്നത് രക്തമാണ്. അത് നമുക്കറിയാം, അല്ലേ? ഹോർമോണിന് അതിന്റെ സൈറ്റ് ഓഫ് ആക്ഷൻ എവിടെയാണോ വർക്ക് ചെയ്യേണ്ടത് ആ സ്ഥലത്തേക്ക് ഹോർമോൺ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പ്രത്യേകം നാളികളൊന്നുമില്ല.
അതുകൊണ്ട് ഇത് എന്താ ചെയ്യുന്നത്, നേരെ രക്തത്തിലേക്ക് കലർന്നിട്ട് അങ്ങനെയാണ് ഇതിന്റെ എവിടെയാണോ ആ ഹോർമോണിന് എത്തിച്ചേരേണ്ടത് ആ അവയവത്തിൽ എത്തിച്ചേരുന്നത് അല്ലെ. രക്തത്തിൽ ആന്റിജൻ കാണപ്പെടുന്നത് എവിടെയാണ്? രക്തത്തിൽ ആന്റിജൻ കാണപ്പെടുന്നത് അരുണ രക്താണുക്കളുടെ പ്രതലത്തിലാണ്. അപ്പൊ എവിടെയാണ് ആന്റിജൻ കാണപ്പെടുന്നത്? അരുണ രക്താണുക്കളുടെ പ്രതലത്തിൽ. രക്തത്തിൽ ആന്റിജൻ കാണപ്പെടുന്നത് അരുണ രക്താണുക്കളുടെ പ്രതലത്തിലാണ്. ഇനി അലർജിയുമായി ബന്ധപ്പെട്ട ശ്വേതരക്താണു ഏതാണ്? അത് ഈസ്നോഫില്ലാണ്. അലർജിയുമായി ബന്ധപ്പെട്ട ശ്വേതരക്താണു ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈസ്നോഫില്ലാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അലർജി ഇല്ലാത്ത വ്യക്തികൾ കുറവായിരിക്കും അല്ലെ നമുക്ക് ചുറ്റുവട്ടത്തും. ഒട്ടുമിക്ക ആൾക്കാർക്കും പൊടി അലർജി ആയിരിക്കും അല്ലെ. അപ്പൊ അലർജിയുമായി ബന്ധപ്പെട്ട ശ്വേതരക്താണു ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈസ്നോഫില്ലാണ്. രക്തത്തിനും കലകൾക്കുമിടയിലെ ഇടനിലക്കാരൻ എന്നറിയപ്പെടുന്നത് ലിംഫാണ്. രക്തത്തിനും കലകൾക്കുമിടയിലെ ഇടനിലക്കാരൻ എന്നറിയപ്പെടുന്നത് ലിംഫാണ്. രക്തത്തിൽ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം പ്ലാസ്മയാണ്. അപ്പോൾ രക്തത്തിൽ ആന്റിബോഡി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പ്ലാസ്മയിൽ. രക്തത്തിൽ ആന്റിബോഡി സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മയിലാണ്. രക്തം കട്ടപിടിക്കാൻ സഹായകമായ പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? അത് ഫൈബ്രിനോജൻ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായകമായ പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ ആണ്. ഏറ്റവും അപൂർവമായ രക്തഗ്രൂപ്പാണ് AB നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇതൊരു റയർ ഗ്രൂപ്പാണ് അല്ലെ. ഏറ്റവും അപൂർവമായ രക്തഗ്രൂപ്പാണ് AB നെഗറ്റീവ്. സ്റ്റെതസ്കോപ്പ് കണ്ടെത്തിയത് റെനെ ലെനക്ക്. സ്റ്റെതസ്കോപ്പ് കണ്ടെത്തിയത് റെനെ ലെനക്ക്. ഹീമോഗ്ലോബിൻ എവിടെ വെച്ചാണ് ബിലിറുബിനായി മാറുന്നത്? അത് പ്ലീഹയിൽ വെച്ചാണ്. ഹീമോഗ്ലോബിൻ പ്ലീഹയിൽ വെച്ച് ബിലിറുബിനായി മാറുന്നു. ഹീമോഗ്ലോബിൻ പ്ലീഹയിൽ വെച്ച് ബിലിറുബിനായി മാറുന്നു. ലോമികകൾ കണ്ടുപിടിച്ചത് മാർസലോ മാൽപിജി ആണ്. ലോമികകൾ കണ്ടുപിടിച്ചത് മാർസലോ മാൽപിജി. ഈ ലോമികകൾ എന്ന് പറഞ്ഞാൽ രക്തക്കുഴല് അല്ലെ. നമുക്കറിയാം ഒരു രക്തക്കുഴല് വലുതാണ്. അത് കുറച്ച് ചില സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ ആ രക്തക്കുഴലുകൾ ചെറിയ കുഴലുകളായിട്ട് മാറും. ചെറിയ രക്തക്കുഴലുകളായിട്ട് മാറും. ചുരുക്കി പറഞ്ഞാൽ ലോമികകൾ എന്ന് പറയുന്നത് വളരെ ചെറിയ രക്തക്കുഴലുകളാണ് ലോമികകൾ എന്ന് പറയുന്നത്. ആ ലോമികകളെ കണ്ടുപിടിച്ച ആളാണ് മാർസലോ മാൽപിജി. മനുഷ്യ ഹൃദയത്തിൽ ഏത് അറയ്ക്കാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തി കാണപ്പെടുന്നത്? അത് ഇടത് വെൻട്രിക്കിളിനാണ് അല്ലെ. ഇടത് വെൻട്രിക്കിളിൽ. അപ്പൊ എവിടെയാണ് മനുഷ്യ ഹൃദയത്തിൽ ഏത് അറയ്ക്കാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തി കാണപ്പെടുന്നത്? ഇടത് വെൻട്രിക്കിളിൽ. അണലിവിഷം ബാധിക്കുന്ന ശരീരവ്യൂഹം ഏതാണ്? അത് രക്തപര്യന വ്യവസ്ഥയാണ്. അണലിവിഷം ബാധിക്കുന്നത് രക്തപര്യന വ്യവസ്ഥയാണ്. രക്തത്തിലെ ഏത് ഘടകത്തെയാണ് കാർബൺ മോണോക്സൈഡ് ബാധിക്കുന്നത്? ഹീമോഗ്ലോബിനെ. രക്തത്തിലെ ഏത് ഘടകത്തെയാണ് കാർബൺ മോണോക്സൈഡ് ബാധിക്കുന്നത്? ഹീമോഗ്ലോബിനെ. രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്നത് ഹീമോപോയസിസ് എന്നാണ്. രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്നത് ഹീമോപോയസിസ് എന്നാണ്. രക്തം കട്ടപിടിച്ച ശേഷം ഊറി വരുന്ന ദ്രാവകം ഏതാണ്? അത് സിറമാണ്. രക്തം കട്ടപിടിച്ച ശേഷം ഊറി വരുന്ന ദ്രാവകമാണ് സീറം എന്നറിയപ്പെടുന്നത്. ഏതിന്റെ മറ്റൊരു പേരാണ് ത്രോംബോസൈറ്റ്? അത് പ്ലേറ്റ്ലെറ്റുകളുടെ മറ്റൊരു പേരാണ് അല്ലെ. പ്ലേറ്റ്ലെറ്റുകളുടെ മറ്റൊരു പേരാണ് ത്രോംബോസൈറ്റ് എന്നറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ ആന്റി കൊയാഗുലന്റ് എന്നറിയപ്പെടുന്നത് ഹെപ്പാരിനാണ്. മനുഷ്യ ശരീരത്തിലെ ആന്റി കൊയാഗുലന്റ് എന്നറിയപ്പെടുന്നത് ഹെപ്പാരിനാണ്. മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് 120/80 മില്ലിമീറ്റർ മെർക്കുറിയാണ് അല്ലെ. മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദം എത്രയാണ്? 120/80 മില്ലിമീറ്റർ മെർക്കുറിയാണ്. RH നെഗറ്റീവായ മാതാവ് RH പോസിറ്റീവായ രക്തമുള്ള കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിസ് എന്നറിയപ്പെടുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. രക്തപര്യന വ്യവസ്ഥയെ ബാധിക്കുന്ന പാമ്പിൻ വിഷം എങ്ങനെ അറിയപ്പെടും? ഹീമോടോക്സിൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. രക്തപര്യന വ്യവസ്ഥയെ ബാധിക്കുന്ന പാമ്പിൻ വിഷം ഹീമോടോക്സിൻ എന്നറിയപ്പെടുന്നു അല്ലെ. അണലി വിഷം ഉദാഹരണമാണ്. രക്തഗ്രൂപ്പുകൾ കണ്ടുപിടിച്ചത് കാൾ ലാൻഡ്സ്റ്റൈനർ ആണ്. വൈദ്യശാസ്ത്ര രംഗത്ത് കാൾ ലാൻഡ്സ്റ്റൈനർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രക്തസന്നിവേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വൈദ്യശാസ്ത്ര രംഗത്ത് കാൾ ലാൻഡ്സ്റ്റൈനർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രക്തസന്നിവേശം. രക്തത്തിന്റെ ദ്രാവക ഭാഗം അറിയപ്പെടുന്നത് പ്ലാസ്മ എന്നാണ്. രക്തത്തിലെ വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈമാണ് ത്രോംബോകൈനേസ്. അല്ലെ. ത്രോംബോകൈനേസ് എന്ന് അറിയപ്പെടുന്നത്. വളരെ നേർത്ത ധമനികളെയും സിരകളെയും പറയുന്ന പേര് ലോമികകൾ എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ. ഏറ്റവും തീരെ ചെറിയ ഏറ്റവും കനം കുറഞ്ഞ
നമ്മുടെ രക്തക്കുഴലുകളാണ് ലോമികകൾ എന്നറിയപ്പെടുന്നത്. വളരെ നേർത്ത ധമനികളെയും സിരകളെയും പറയുന്ന പേര് ലോമികകൾ എന്നാണ് അല്ലെ. ധമനി ആയാലും സിരയായാലും ആർട്ടറി, വെയിൻ അല്ലെ, എന്താണെങ്കിലും അതിൽ വളരെ നേർത്ത, അതായത് വളരെ ചെറിയ രക്തക്കുഴലുകളാണ് ലോമികകൾ എന്നറിയപ്പെടുന്നത്. എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ആൻജിയോളജി. ആൻജിയോളജി രക്തക്കുഴലുകളെ കുറിച്ചുള്ള പഠനമാണ്. ബ്ലഡ് വെസൽസ് അല്ലെ, രക്തക്കുഴലുകൾ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ്. എന്തിനെ കുറിച്ചുള്ള പഠനമാണ് ആൻജിയോളജി? രക്തക്കുഴലുകളെ കുറിച്ചുള്ള അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിനെ കുറിച്ചുള്ള പഠനമാണ് ആൻജിയോളജി. ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു സിരയാണ് പൾമണറി സിര അല്ലെ. ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു സിരയാണ് പൾമണറി സിര. ശരീരത്തിൽ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് മജ്ജയിലാണ് അല്ലെ. ശരീരത്തിലെ രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് മജ്ജയിലാണ്. കൃത്രിമ പേസ് മേക്കറിന്റെ കണ്ടെത്തലിന് പിന്നിൽ പ്രവർത്തിച്ചത് വിൽസൺ ഗ്രേറ്റ് ബാച്ച് ആണ്. വിൽസൺ ഗ്രേറ്റ് ബാച്ച്. കൃത്രിമ പേസ് മേക്കറിന്റെ കണ്ടെത്തലിന് പിന്നിൽ പ്രവർത്തിച്ചത് വിൽസൺ ഗ്രേറ്റ് ബാച്ച് ആണ്. സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നത് AB ഗ്രൂപ്പാണ്. സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നത് AB ഗ്രൂപ്പാണ്. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്, സ്പ്ലീൻ. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹ അല്ലെങ്കിൽ സ്പ്ലീൻ ആണ്. രക്തബാങ്ക് വികസിപ്പിച്ചത് ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണ്. ആണ്. ആന്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ് എന്ന് ചോദിച്ചാൽ അത് O ആണ്. ആന്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ് O ആണ്. ആന്റിബോഡി അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ് AB ഗ്രൂപ്പാണ്. ആന്റിജൻ അടങ്ങിയിട്ടില്ലാത്തത് O ഗ്രൂപ്പിലും ആന്റിബോഡി അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ് AB ഗ്രൂപ്പാണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഇതൊക്കെ ബേസിക് ഫാക്റ്റ് ആണ്, നിങ്ങൾക്ക് അറിയാം. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം, അതിന്റെ പേരെന്താണ്? സ്ഫിഗ്മോ മാനോമീറ്റർ അല്ലെ. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം അറിയപ്പെടുന്നത് സ്ഫിഗ്മോ മാനോമീറ്റർ എന്നാണ്. രക്തസംചരണം അഥവാ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയും അല്ലെ. ഇത് കണ്ടുപിടിച്ചത് ജീൻ ബാപ്റ്റിസ്റ്റ ഡെന്നിസ് ആണ്. രക്തസംചരണം അഥവാ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കണ്ടുപിടിച്ചത് ജീൻ ബാപ്റ്റിസ്റ്റ ഡെന്നിസ് ആണ്. അതേപോലെ രക്തചംക്രമണമുണ്ട്. രക്തചംക്രമണം കണ്ടുപിടിച്ചത് വില്യം ഹാർവി ആണ്. വില്യം ഹാർവി അല്ലെ. ബ്ലഡ് സർക്കുലേഷൻ ആണ് രക്തചംക്രമണം. ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിച്ചത് വില്യം ഹാർവിയും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കണ്ടുപിടിച്ചത് അഥവാ രക്തസംചരണം കണ്ടുപിടിച്ചത് ജീൻ ബാപ്റ്റിസ്റ്റ ഡെന്നിസുമാണ്. രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഘടകം പ്ലേറ്റ്ലെറ്റുകളാണ്. ശരീരത്തിലെ കാവൽക്കാർ എന്നറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കളാണ്. ഹീമോഫീലിയയുടെ പ്രധാന ലക്ഷണം എന്താണ്? രക്തം കട്ടപിടിക്കാതിരിക്കലാണ് ഹീമോഫീലിയയുടെ പ്രധാന ലക്ഷണം അല്ലെ. റോയൽ ഡിസീസ് എന്നല്ലേ അറിയപ്പെടുന്നത് ഹീമോഫീലിയ. ചുവന്ന രക്താണുക്കൾ എവിടെയാണ് രൂപം കൊള്ളുന്നത്? അസ്ഥിമജ്ജയിലാണ് രൂപം കൊള്ളുന്നത്. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്താണുവാണ് വെളുത്ത രക്താണു അഥവാ ശ്വേതരക്താണു അഥവാ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് അല്ലെങ്കിൽ WBC. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്താണുവാണ് വെളുത്ത രക്താണു അഥവാ ശ്വേതരക്താണു. ഇലക്ട്രോ കാർഡിയോഗ്രാം ECG കണ്ടുപിടിച്ചത് വില്യം ഐൻതോവൻ ആണ്. ECG ഇലക്ട്രോ കാർഡിയോഗ്രാം കണ്ടുപിടിച്ചത് വില്യം ഐൻതോവൻ ആണ്. മനുഷ്യരക്തത്തിൽ ഓക്സിജൻ വഹിച്ചു കൊണ്ടുപോകുന്ന ഘടകമാണ് ഹീമോഗ്ലോബിൻ. അശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനിയാണ് പൾമണറി ധമനി അല്ലെ. ഏതാണ്? പൾമണറി ധമനി. അശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനിയാണ് പൾമണറി ധമനി. ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന രക്തകോശം ഏതാണ്? ശ്വേതരക്താണുക്കളാണ് ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ആരോഗ്യമുള്ള മനുഷ്യന്റെ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് 5 ലിറ്റർ ആണ്. ശരീരത്തിലെ ഭടന്മാർ എന്നറിയപ്പെടുന്നത് വെളുത്ത രക്താണുക്കളാണ്. രക്തത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? അത് ഹീമറ്റോളജി എന്നറിയപ്പെടുന്നു. ലൂക്കോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് വെളുത്ത രക്താണുക്കൾ. ശുദ്ധ രക്തക്കുഴലുകളിൽ മരുന്ന് കുത്തിവെച്ച ശേഷം എടുക്കുന്ന എക്സ്റേ ആണ് ആൻജിയോഗ്രാം എന്നറിയപ്പെടുന്നത്. ആൻജിയോഗ്രാം എന്നറിയപ്പെടുന്നു. ഹീമറ്റൂറിയ എന്നാൽ എന്താണ്? മൂത്രത്തിൽ രക്തം കാണപ്പെടുന്ന അവസ്ഥയാണ് ഹീമറ്റൂറിയ. രക്തം കട്ടപിടിക്കാൻ എടുക്കുന്ന സമയം 8 മുതൽ 15 മിനിറ്റ് ആണ്. രക്തം കട്ടപിടിക്കാൻ എടുക്കുന്ന സമയം 8 മുതൽ 15 മിനിറ്റ് ആണ്. രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് ഹീമോസൈറ്റോമീറ്റർ.
രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് ഹീമോസൈറ്റോമീറ്റർ. എറിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് ചുവന്ന രക്താണുക്കൾ. എറിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് ചുവന്ന രക്താണുക്കളാണ്. ചുവന്ന രക്താണുക്കൾ കൂടുതൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് പോളിസൈത്തീമിയ. ചുവന്ന രക്താണുക്കൾ കൂടുതൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് പോളിസൈത്തീമിയ. ശ്വേതരക്താണുക്കൾ കൂടുന്ന അവസ്ഥയാണ് ലൂക്കോസൈറ്റോസിസ്. ചുവന്ന രക്താണുക്കൾ കൂടുതലുണ്ടാകുന്ന അവസ്ഥ പോളിസൈത്തീമിയ. ശ്വേതരക്താണുക്കൾ കൂടുന്ന അവസ്ഥ ലൂക്കോസൈറ്റോസിസ്. ശ്വേതരക്താണുക്കൾ കുറയുന്ന അവസ്ഥ ലൂക്കോസൈറ്റോപീനിയ. ശ്വേതരക്താണുക്കൾ കുറയുന്ന അവസ്ഥ ലൂക്കോസൈറ്റോപീനിയ. പ്ലേറ്റ്ലെറ്റുകൾ കൂടുന്ന അവസ്ഥ ത്രോംബോസൈറ്റോസിസ് ആണ്. പ്ലേറ്റ്ലെറ്റുകൾ കൂടുന്ന അവസ്ഥ ത്രോംബോസൈറ്റോസിസ്. പ്ലേറ്റ്ലെറ്റുകൾ കുറയുന്ന അവസ്ഥ ത്രോംബോസൈറ്റോപീനിയ. അപ്പോൾ കുറയുകയാണെങ്കിൽ പീനിയ എന്നൊരു വാക്കാണ് ചേർക്കുന്നത് അതിൻ്റെ കൂടെ. അപ്പോൾ ചുവന്ന രക്താണുക്കൾ കൂടുതൽ ഉണ്ടാകുന്ന അവസ്ഥ പോളിസൈത്തീമിയ. ശ്വേതരക്താണുക്കൾ കൂടുന്ന അവസ്ഥ ലൂക്കോസൈറ്റോസിസ്. ശ്വേതരക്താണുക്കൾ കുറയുന്ന അവസ്ഥ ലൂക്കോസൈറ്റോപീനിയ. പ്ലേറ്റ്ലെറ്റുകൾ കൂടുന്ന അവസ്ഥ ത്രോംബോസൈറ്റോസിസും പ്ലേറ്റ്ലെറ്റുകൾ കുറയുന്ന അവസ്ഥ ത്രോംബോസൈറ്റോപീനിയയുമാണ്. അടുത്തൊരു പോയിന്റ് നോക്കാം. മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ രക്തസ്രാവം ഉണ്ടാകുന്ന സമയം എന്ന് പറയുന്നത് 2 മുതൽ 7 മിനിറ്റ് വരെയാണ്. മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ രക്തസ്രാവം ഉണ്ടാകുന്ന സമയം 2 മുതൽ 7 മിനിറ്റ് വരെയാണ്. രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്നത് ഹീമോപോയിസസ് എന്നാണ്. ജീവന്റെ നദി എന്നാണ് രക്തം അറിയപ്പെടുന്നത്. ആന്റിബോഡികളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശമാണ് ലിംഫോസൈറ്റ്. ഹെപ്പാരിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശം ബേസോഫില്ലാണ്. വലത് വെൻട്രിക്കിളിൽ നിന്നാരംഭിച്ച് ശ്വാസകോശത്തിലെത്തി തിരികെ ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന രക്തപര്യനമാണ് പൾമണറി പര്യനം എന്നറിയപ്പെടുന്നത്. അല്ലെങ്കിൽ പൾമണറി സർക്കുലേഷൻ എന്നറിയപ്പെടും. വലത് വെൻട്രിക്കിളിൽ നിന്നാരംഭിച്ച് ശ്വാസകോശത്തിലെത്തി തിരികെ ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന രക്തപര്യനമാണ് പൾമണറി പര്യനം. കുളയട്ടയുടെ ശരീരത്തിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ കാരണമായ പദാർത്ഥം ഹിറുഡിൻ. കുളയട്ടയുടെ ശരീരത്തിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ കാരണമായ പദാർത്ഥം ഹിറുഡിനാണ്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നിർവഹിച്ചത് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നിർവഹിച്ചത് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡാണ്. ഹൈപ്പോഗ്ലൈസീമിയ എന്നാൽ രക്തത്തിൽ പഞ്ചസാര കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോഗ്ലൈസീമിയ. ലോക ഹാർട്ട് ഫെഡറേഷന്റെ ആസ്ഥാനം ജനീവയാണ്. രക്തസമ്മർദ്ദത്തിന് ഏറ്റവും കൂടുതൽ കാരണമായ ആഹാരഘടകം ഉപ്പാണ്. ഫാഗോസൈറ്റ് എന്നും അറിയപ്പെടുന്ന രക്തകോശമാണ് മോണോസൈറ്റ്. പ്ലാസ്മയുടെ എത്ര ശതമാനമാണ് ജലം? 95%. പ്ലാസ്മയുടെ 95% ജലമാണ്. മനുഷ്യ ശരീരത്തിലുള്ള ഇരുമ്പിന്റെ എത്ര ശതമാനമാണ് ഹീമോഗ്ലോബിൻ എന്ന് ചോദിച്ചാൽ 65%. മനുഷ്യ ശരീരത്തിലുള്ള ഇരുമ്പിന്റെ 65% ഹീമോഗ്ലോബിനിലുള്ളത്. മർമ്മമില്ലാത്ത രക്തകോശമാണ് ചുവന്ന രക്തകോശം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ രക്തം എന്ന ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അന്തസ്രാവി വ്യവസ്ഥയാണ് പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങളിതിൻ്റെ പ്ലേലിസ്റ്റ് കാണുക, ബാക്കി എല്ലാ വീഡിയോസും കാണുക, ടെലഗ്രാമിൽ വരിക, പരീക്ഷ അറ്റൻഡ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.